പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യവും അതിശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ചിന്ത യഹോവയാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നാം പലപ്പോഴും ചിന്തിക്കും, ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ വിലയില്ലാത്തവൻ ആയി പോയല്ലോ, ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ വിലയില്ലാത്തവളായി പോയല്ലോ, എൻ്റെ ജീവിതവും എൻ്റെ തിരഞ്ഞെടുപ്പും പാഴായി പോയോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സർവശക്തനായ ദൈവം വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യഹോവയാൽ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ്. ആര് നമ്മെ കൈക്കൊണ്ടില്ലെങ്കിലും, ആര് നമ്മെ ചേർത്ത് നിർത്തിയില്ലെങ്കിലും, സർവശക്തനായ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ അതിൽ പരം മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ശത്രുവിനെ നോക്കി ഇന്ന് രാത്രികാലം നമുക്ക് പറയാൻ കഴിയുമോ, ദുഷ്ടപിശാചേ, നിനക്ക് എന്നിൽ അവകാശം ഇല്ല, എന്നെ യഹോവയാൽ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നെ യഹോവയാൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ടാവും ശത്രുവെ നിനക്ക് എന്നിൽ അവകാശം ഇല്ല എന്ന ഇന്ന് രാത്രിക്കാലം ഉറച്ച ഹൃദയത്തോടുകൂടി ഒന്ന് പറയാൻ കഴിയുമോ? ദൈവാത്മാവ് നിന്നെ വിടുവിക്കുവാനിടയായിത്തീരും. രോഗത്തെ നോക്കി പറയാൻ കഴിയുമോ? സാമ്പത്തിക പരാജയത്തെ നോക്കി പറയാൻ കഴിയുമോ? ഒറ്റപ്പെടുത്തുന്ന മേഖലയെ നോക്കി പറയാൻ കഴിയുമോ? ദുഷ്ടപിശാചേ, നിനക്ക് എന്നിൽ ഒരവകാശവുമില്ല, ഞാൻ സർവശക്തനായ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതലാണെന്ന് പറയാൻ കഴിയുന്നു എങ്കിൽ ശത്രു നിന്നെ ജയിക്കത്തില്ല. ദൈവാത്മാവിന്റെ പ്രവൃത്തി നിന്റെ മേലെ വെളിപ്പെടുവാനിടയായിത്തീരും. നാം ഏതിനാലാണോ ഭാരം അനുഭവിക്കുന്നത്, ഏത് വിഷയത്താലാണോ ഞെരുങ്ങുന്നത്, ആ വിഷയത്തെ നോക്കി പറയാൻ കഴിയുമോ, പിശാചേ, ഈ വിഷയത്തെ നിനക്കെന്നെ ജയിക്കാൻ കഴിയത്തില്ല, എന്റെ യാത്രയെ നിനക്ക് തടയാൻ കഴിയത്തില്ല, എന്റെ അനുഗ്രഹത്തെ നിനക്ക് തടയാൻ കഴിയത്തില്ല, എന്റെ നല്ല അനുഭവങ്ങളെ നിനക്ക് തടയാൻ കഴിയത്തില്ല എന്ന് ഇന്ന് രാത്രികാലം പിശാചിനെ നോക്കി ഒന്ന് പറയാൻ കഴിയുമോ? അവിടെ സർവശക്തനായ ദൈവം നിന്നെ മാനിക്കുവാനിടയായിത്തീരും. അതിനാധാരമായിട്ട് ഞാനൊരു വാക്യം വായിക്കുന്നു. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു, ഭൂമിയിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇപ്പൊ നാം ഒറ്റപ്പെട്ടവരല്ല, നാം തള്ളിക്കളയപ്പെട്ടവരല്ല. ആര് നമ്മെ ഒറ്റപ്പെടുത്തിയാലും തള്ളിക്കളഞ്ഞാലും ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായി ദൈവാത്മാവ് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സ്വന്തം ജനമായി ദൈവാത്മാവ് തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ വരുന്ന പ്രതികൂലത്തെ നോക്കി പറ, പിശാചേ, ആമി ദൈവാത്മാവ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ദൈവ പൈതല, നിനക്കെന്നെ ജയിക്കാൻ കഴിയത്തില്ല. നിന്റെ ശരീരത്തിൽ അലട്ടുന്ന രോഗത്തെ നോക്കി പറ, രോഗം കൊണ്ടുവരുന്ന പന്ന പിശാചേ, നിനക്ക് എന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്താൻ കഴിയത്തില്ല, ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ശൂന്യതകളെ നോക്കി ഇന്ന് രാത്രികാലം ഒന്ന് പറയാൻ കഴിയുമോ, ആമി ശൂന്യത കൊണ്ടുവരുന്ന ദുഷ്ടശക്തിയെ നിനക്കെന്നെ ശൂന്യമാക്കി പരാജയപ്പെടുത്താൻ കഴിയത്തില്ല, ഞാൻ യഹോവയാൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്.
ചില സാഹചര്യങ്ങൾ വല്ലാതെ അലട്ടുമ്പോൾ ആ സാഹചര്യത്തെ നോക്കി പറയാൻ കഴിയുമോ, എന്നെ വല്ലാതെ അലട്ടുന്ന, എന്റെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന, എന്റെ നല്ല അനുഭവങ്ങളെ മാറ്റിമറിക്കുന്ന ദുഷ്ടപിശാച്, നിനക്കെന്റെ അനുഭവങ്ങളെ, നല്ല അനുഭവങ്ങളെ മാറ്റിക്കളയാൻ കഴിയത്തില്ല. ഞാൻ യഹോവയാൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതലായി എന്ന് ഹൃദയത്തിൽ തൊട്ടൊന്ന് പറയാൻ കഴിയുമോ, അവിടെ ദൈവാത്മാവ് വിജയം നൽകി തരുവാനിടയായി തീരും. അത്ഭുതകരമായ ദൈവപ്രവൃത്തി നിലമേലോട് വെളിപ്പെടുത്തി സ്വർഗം അനുഗ്രഹിക്കുവാനിടയായിത്തീരും. യെശയ്യാ പ്രവാചന പുസ്തകം 41:8-9 വാക്യം വായിക്കുന്നു. എന്നാൽ എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തെരഞ്ഞെടുത്ത ഇസ്രായേലേ, ദൈവാത്മാവ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ ദൈവം തന്റെ ജനത്തെ വിളിക്കുകയും കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ദൈവം തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ ദൈവാത്മാവ് നിന്റെ കരം പിടിച്ച് നടത്തുവാനിടയായി തീരും. അവിടെ ശത്രു ജയിക്കാൻ അനുവദിക്കത്തില്ല. ദുഷ്ടൻ നിന്നെ തകർക്കാൻ അനുവദിക്കത്തില്ല. നിന്റെ വിഷയത്തെ നോക്കി പറയാൻ കഴിയുമോ, പിശാച് നിനക്ക് എന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെന്ന് പറയാൻ കഴിയുന്നുവെങ്കിൽ നീ അനുഭവിക്കുന്ന വിഷയങ്ങൾ, നീ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ നടുവിൽ നിന്ന് ദൈവാത്മാവ് വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പിശാച് പരാജയപ്പെട്ട് പിന്മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തോ, പിശാചിനെ ജയിക്കുവാൻ ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതലാണെന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി മുന്നേറുവാൻ ദൈവാത്മാവിനെ സഹായിക്കട്ടെ. ഈ ചിന്തകളാൽ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.